ഹായ് ഓൾ, എല്ലാവർക്കും എൻ്റെ ഒരു അടിപൊളി നമസ്കാരം. അപ്പം സാധാരണ വീഡിയോസിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഞാൻ ഇന്ന് വേറെ ടൈപ്പ് ഒരു വീഡിയോ ഇടുകയാണ്. വേറെ ഒന്നുമല്ല, എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. അതിൻ്റെ പിന്നിലുണ്ടായ മോട്ടിവേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ കുറേ ഫ്രണ്ട്സ് എന്നോട് ചോദിക്കാറുണ്ട്, നീ ഇപ്പോൾ എന്ത് ചെയ്യാണ്? യൂഷ്വലി നമ്മൾ കാഷ്വലായിട്ട് വർത്തമാനം പറയുമ്പോൾ എന്തുവാണ് നമ്മൾ ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇപ്പോൾ പറയുമല്ലോ നമ്മളിപ്പോൾ എവിടെയാണ് വർക്ക് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഞാനിപ്പോൾ അയർലൻഡിലാണ് ഉള്ളത്. അപ്പോൾ എന്നോട് പലരും ചോദിക്കുന്നത്, പുറത്തേക്ക് പോകാൻ ആഗ്രഹമുള്ളവർ എന്നോട് ചോദിച്ചത്, നീ എങ്ങനെയാണ് അയർലൻഡിലേക്ക് വന്നത്, എന്തൊക്കെയാണ് നീ അതിനു വേണ്ടി ചെയ്തതെന്ന് എന്നോട് ചോദിക്കാറുണ്ട്. അപ്പോൾ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ഇപ്പം എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ആരെങ്കിലും ഒരാൾക്ക് അത് ഉപകാരപ്പെടുമെങ്കിൽ ഉപകാരപ്പെടട്ടെ എന്ന ഒരു തോട്ടിൽ നിന്നാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം ആസ് മെൻഷൻ ബിഫോർ, ഞാൻ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്, ഞാൻ എന്തെല്ലാം പ്രോസസ്സിലൂടെയാണ് കടന്നു പോകുന്നത്, എന്തെല്ലാം കാര്യങ്ങളാണ് ഞാൻ ചെയ്തത്, എന്തെല്ലാം പ്രിപ്പറേഷൻസ് ആണ് ഞാൻ പുറത്തോട്ട് പഠിക്കാൻ പോകുന്നതിന് വേണ്ടി ചെയ്തത് എന്നതിൻ്റെ ഒരു ഉള്ളടക്കം എന്നതാണ് ഈ വീഡിയോൻ്റെ ഉള്ളടക്കം. നേരെ കാര്യത്തിലോട്ട് കിടക്കാം. ഞാനിവിടെ പറയാൻ പോകുന്ന ഒരു കാര്യം എനിക്ക് മെൻഷൻ ചെയ്യാൻ, ഇവിടെ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഒരു പക്ഷേ എൻ്റെ എക്സ്പീരിയൻസ് മാത്രം കിട്ടിയൊരു കാര്യമായിരിക്കാം, എല്ലാവർക്കും ഒരേപോലെ ആവണമെന്നില്ല. അപ്പോൾ ഇത് ഒരിക്കലും നിങ്ങളിതൊരു എന്താ പറയുക, ഇങ്ങനെയാണ് എന്ന് വിചാരിക്കല്ലേ, ബട്ട് ഇതൊരു പോയിന്ററായിട്ട് എടുക്കാം, ഒരു ഗൈഡായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇതൊരാളുടെ എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും എടുക്കാൻ പറ്റുമെങ്കിൽ അത് എടുത്തിട്ട് നിങ്ങൾ നിങ്ങളുടേതായ ഒരു പ്ലാൻ എടുക്കുക എന്നുള്ളതാണ് എൻ്റെ കീ തിങ്. ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒരു പക്ഷേ നിങ്ങളിപ്പോൾ ഒരു ഏജൻസീൻ്റെ അടുത്ത് പോയാൽ ചിലപ്പോൾ കിട്ടില്ല ആയിരിക്കാം. ചിലപ്പോൾ നല്ല ഏജൻസികളുണ്ടാവും, നല്ല ഏജൻസികളല്ല, എനിക്ക് ലാഭം മാത്രം നോക്കുന്ന ഏജൻസികൾ, എല്ലാവരെയും ആക്ഷേപിക്കുന്നില്ല. അങ്ങനെ കുറേ ടൈപ്പ് ആൾക്കാരുണ്ട്. അപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒരു പക്ഷേ ഏജൻസിയുടെ അടുത്ത് നിന്ന് കിട്ടില്ലായിരിക്കാം. കാരണം ഞാൻ ഏജൻസി വഴിയല്ല പോയത്. അതുകൊണ്ട് തന്നെ ആണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ നേരെ ടോപ്പിക്കിലോട്ട് കിടക്കുകയാണ്. അതായത് ഇപ്പം നമ്മൾ പുറത്തോട്ട് പോകാൻ മെയിൻലി പല കാരണങ്ങളുണ്ടാവും ഇല്ലേ? ഓബ്വിയസ് ആണത്. ചിലർക്ക് പഠിക്കാൻ വേണ്ടിയായിരിക്കാം, ഇവൻച്വലി ജോലി. ചിലർ നേരിട്ട് വർക്കിനായിരിക്കാം. ചിലർ അവിടെ നിന്ന് നേരെ മൈഗ്രേറ്റ് ചെയ്തിട്ട് അവിടെ ചെന്നിട്ട് ജോലി കണ്ടുപിടിക്കുന്ന, അങ്ങനെ പല ടൈപ്പ് ആൾക്കാരുണ്ട്. ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സ്റ്റഡി റിലേറ്റഡ് ആയിട്ടുള്ള പേർപ്പസിന് പുറത്തു പോകുന്ന ആൾക്കാർക്ക് വേണ്ടിയുള്ളൊരു വീഡിയോ ആണ്. ഓബ്വിയസ്ലി നമ്മൾ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും, എന്ത് കാര്യം ചെയ്താലും ഒരു പ്രോപ്പർ പ്ലാനിങ് ആവശ്യമാണ് അല്ലേ? പ്ലാൻ ചെയ്യാണ്ട് നമ്മൾ എന്ത് ചെയ്താലും നമ്മൾ ആകെ പെട്ടു. നമുക്ക് പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് കഴിയും. ആൾക്കാരോട് ചോദിക്കുന്നത് എന്ത് ചെയ്യേണ്ടത്. അപ്പോൾ അതിലേറ്റവും നല്ല ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും പ്ലാൻ ചെയ്യുക. അപ്പോൾ പ്ലാനിങ് ഇസ് ദ കീ. ഓക്കെ, നമ്മൾ എവിടെ പോവാണെങ്കിലും, അതായത് എന്ത് ചെയ്യുകയാണെങ്കിലും പ്ലാനിങ് ഇസ് ദ കീ. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ അത് ഏത് രീതിയിൽ പ്ലാൻ ചെയ്യുന്നത്. സിസ്റ്റമാറ്റിക് ആയിട്ട് പ്ലാൻ, വെറുതെ ഒരു പ്ലാൻ ഉണ്ടായാൽ പോരാ, സിസ്റ്റമാറ്റിക് ആയിരിക്കണം. അപ്പോൾ അതിലോട്ട് ഞാൻ നിങ്ങളെ ഒന്ന് എത്തിക്കാൻ ശ്രമിക്കാം. എത്തിക്കാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇത് പറയാൻ കാരണം എന്ന് വെച്ചാൽ, എൻ്റെ കുറേ ഫ്രണ്ട്സ് അവർക്കൊരു ഐഡിയ ഇല്ല, അല്ലെങ്കിൽ എൻ്റെ ജൂനിയേഴ്സ് എല്ലാവർക്കും ഐഡിയ ഇല്ല, എന്താ എടുക്കേണ്ടത്, എന്ത് കോഴ്സ് എടുക്കേണ്ടത്, എങ്ങനെയാണ് കോളേജ് സെലക്ട് ചെയ്യേണ്ടത്, അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ അതിൽ നിന്നാണ് ഞാൻ ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു ചെറിയൊരു പിക്ചർ മുന്നിലേക്ക് എത്തിക്കുന്നത്. സ്റ്റഡി പർപ്പസിനാണ് വരുന്നതെങ്കിൽ, ഓക്കെ, ഒരാൾ സ്റ്റഡി പർപ്പസിനാണ് പുറത്തോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ അവൻ്റെ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവൻ ചൂസ് ചെയ്യുന്ന ഏരിയ എന്ന് ഉദ്ദേശിച്ച മറ്റേ ഏരിയ പെരിമീറ്റർ അതല്ല കേട്ടോ. നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന കോഴ്സ് അല്ലെങ്കിൽ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന സബ്ജക്റ്റ് ഏതാന്നുള്ളതാണ് എനിക്ക് ഈ തിങ്. കാരണം നമ്മൾ വേറെ രാജ്യത്ത് പോയി കിടക്കുമ്പോൾ നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരു കോഴ്സാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ, നമുക്ക് അതിനുശേഷം ജോലി കിട്ടിയാൽ പോലും നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുന്നില്ല. അപ്പോൾ നമ്മളെപ്പോഴും, എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ നമ്മളെപ്പോഴും പ്രയോറിറ്റി കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫീൽഡാണോ അല്ലയോ എന്നുള്ളതാണ് ഫസ്റ്റ് കീ തിങ്. സോ നിങ്ങൾ ഒരു ഫീൽഡ് ആദ്യം ചൂസ് ചെയ്യുക, എന്തിലാണ് നിങ്ങൾക്ക് ചെയ്യേണ്ടത്. ഇപ്പം മെഡിക്കൽ ഫീൽഡാവാം, ഫാർമസ്യൂട്ടിക്കൽ ആവാം, ഡാറ്റ സയൻസ് ആവാം, പിന്നെ സോഫ്റ്റ്വെയർ, എന്തെല്ലാം, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, എന്ത് വേണേലും ആവാം. ഓക്കെ, മാത്തമാറ്റിക്സ്, എന്ത് വേണേലും ആവാം. ബട്ട് കീ തിങ് ഇസ് ദാറ്റ് യുവർ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ്. അതാണ് നിങ്ങൾ ചോദിക്കേണ്ട ചോദ്യം. ഇനി അത് യെസ് എന്നാണെങ്കിൽ ദെൻ പ്രൊസീഡ്. എങ്ങോട്ട് പ്രൊസീഡ് ചെയ്യണം? നിങ്ങൾ ഒരു
ഷോർട്ട് ലിസ്റ്റ് ചെയ്യണം. കുറേ കോളേജസ് നിങ്ങൾക്ക് അത് വേൾഡ് വൈഡ് ആയിട്ടുള്ള ഒരു സെലക്ഷൻ ആയിരിക്കണം. അത് നമ്മൾ ലോകത്തിൻ്റെ പല പല ഭാഗത്തു നിന്ന് അവിടെ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാനുള്ള ഫോക്കസ് ചെറുതാക്കി കൊണ്ടുവരാൻ പാടില്ല. കാരണം നമ്മൾ ഇത്രയും സ്പേസിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ബാക്കി വളരെ വലിയ ഓപ്പർച്യൂണിറ്റീസൊക്കെ ഇല്ലാതായി. അപ്പോൾ നമ്മൾ ഒരു വൈഡ് ഐയോടെ എപ്പോഴും നോക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്നിട്ട് ഒരു വലിയ മൊത്തത്തിൽ കോളേജിൻ്റെ ഒരു ലിസ്റ്റ് എടുക്കാം. ഓക്കെ, എന്നിട്ട് ഷോർട്ട് ലിസ്റ്റ് എന്ന് ഞാൻ ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ. ബട്ട് ഈവൻ ഇഫ് ഇറ്റ് ഇസ് ഷോർട്ട് ലിസ്റ്റ്, ഇറ്റ് ഷുഡ് ഹാവ് ലെറ്റ്സ് സേ കോളേജസ് ഫ്രം ഓൾ അറൗണ്ട് ദ വേൾഡ്. ഓക്കെ, അതാണ് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം. ഇനി അവിടെ നിന്ന് ആണ് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാൻ പോകുന്നത് എന്ത് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ ഒരു ഷോർട്ട് ലിസ്റ്റ് ചെയ്തത്, ഇപ്പം നിങ്ങൾക്ക് ഷോർട്ട് ലിസ്റ്റ് ലോങ് ആയാലും വലിയ കുഴപ്പമില്ല. അതിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ആൻഡ് ദ ഫോർമോസ്റ്റ് തിങ്, നിങ്ങളിൽ എത്ര പൈസ ഇൻവെസ്റ്റ് ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത് എന്ന് വിചാരിക്കാം. ഓക്കെ, ആ എമൗണ്ടായിട്ട് നിങ്ങളുടെ കോഴ്സ് ഫീ ഒത്തുപോകുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ ഫസ്റ്റ് കീ തിങ് കോഴ്സ് ഫീ ആണ്. ഓക്കെ, കോഴ്സ് ഫീയുടെ കാര്യത്തിൽ ഇനി ബ്രൈറ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസിനാണെങ്കിൽ സ്കോളർഷിപ്പ് ഉണ്ടാകും. ഇനി ലെറ്റ്സ് സേ ഇനിയിപ്പം എന്നെപ്പോലെ ആവറേജോ അതിൽ താഴെയുള്ള സ്റ്റുഡൻസിനാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ നിവൃത്തി ഉണ്ടാവില്ല, എഡ്യൂക്കേഷൻ ലോണൊക്കെ എടുത്ത് വരേണ്ടി വരും. അപ്പോൾ സ്കോളർഷിപ്പിന് നോക്കണം എന്ന് കരുതി, ബ്രൈറ്റ് അല്ല എന്ന് കരുതി സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാൻ നിൽക്കില്ല. ആർക്ക് വേണമെങ്കിലും സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാം. ഭാഗ്യമുണ്ടെങ്കിൽ കിട്ടും. ഇഫ് യു ആർ എലിജിബിൾ, അല്ലെങ്കിൽ ഇഫ് യു ആർ ലക്കി ഇനഫ്, അല്ലെങ്കിൽ വേറെ ആരും അപ്ലൈ ചെയ്തില്ലെങ്കിലോ നിങ്ങൾക്ക് അങ്ങനെ കിട്ടിയാലോ. അപ്പോൾ എന്ത് കാര്യം നമ്മൾ ചെയ്യുമ്പോൾ ഒരു പോസിറ്റീവ് മൈൻഡോടുകൂടി ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് ആൻഡ് ദ ഫോർമോസ്റ്റ് തിങ് കോഴ്സ് ഫീ ആണ്. ഓക്കെ, കോഴ്സ് ഫീ ആദ്യം നമ്മൾ നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് ഉള്ളൊരു കോളേജുകളുടെ പ്രയോറിറ്റി ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യാം. പിന്നെ നിങ്ങൾ നോക്കേണ്ട കാര്യം സ്റ്റേ ബാക്ക് ആണ്. സ്റ്റേ ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു രാജ്യത്ത് ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു കോളേജിൽ ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ, മെയിൻലി മാസ്റ്റേഴ്സ് ഡിഗ്രിക്കൊക്കെയാണ് ഞാനത് കണ്ടിട്ടുള്ളത്. ആ രാജ്യം നമുക്ക് 1 or 2 years അല്ലെങ്കിൽ ആ രാജ്യം പറയുന്ന സമയം നമ്മൾ കോഴ്സിന് ശേഷം നമുക്ക് ജോലി കണ്ടുപിടിക്കാനുള്ള ഒരു പീരീഡായിട്ട് നമുക്ക് തരും. ഓക്കെ, ഒരു ഗ്രേസ് പീരീഡ് പോലെ. അപ്പോൾ അതിനെയും ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഇപ്പോൾ 1 വർഷം ഉള്ള സ്റ്റേ ബാക്ക് ഉള്ള സ്ഥലത്ത് നിൽക്കുന്നോ, 2 വർഷം ഉള്ളിടത്ത് നിൽക്കുന്നോ, 3 വർഷം, അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്. നിങ്ങളുടെയൊക്കെ പ്രയോറിറ്റി അനുസരിച്ച് അതിനെ വെച്ച് ബേസ് ചെയ്ത് വീണ്ടും നിങ്ങൾ സെലക്ട് ചെയ്ത കോളേജസിൽ നിന്ന് പ്രയോറിറ്റി വൈസ് വീണ്ടും ഷോർട്ട് ലിസ്റ്റ് ചെയ്യാം. ഇനി അടുത്തത് കോഴ്സ് ഡ്യൂറേഷൻ ആണ്. ഓക്കെ, കോഴ്സ് ഡ്യൂറേഷൻ എന്ന് പറയുമ്പോൾ ഇത് മെയിൻലി ഞാൻ ഉദ്ദേശിക്കുന്നത് മാസ്റ്റേഴ്സ് ഡിഗ്രി പ്രോഗ്രാം ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടി കേട്ടോ. കാരണം ബാച്ചിലേഴ്സ് മിക്ക സ്ഥലത്തും 4 years ആണ്. ബാച്ചിലേഴ്സ് 4 year താഴെയുള്ള ബാച്ചിലേഴ്സ് കുറവാണ്. മാസ്റ്റേഴ്സിനൊക്കെ ആണെങ്കിൽ ഇത് 2 years or 1 year. അപ്പോൾ 1 year മാസ്റ്റേഴ്സിനാണെങ്കിൽ അതിനനുസരിച്ചുള്ള ഫീസ് ഉണ്ടാവും. ഫീസിന് കുറവൊന്നും ഉണ്ടാവില്ല, കാരണം എഫേർട്ടും ഇതൊക്കെ സെയിം ആയതുകൊണ്ട്. ബട്ട് നമുക്കുള്ള ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ, മെയിൻലി നമ്മുടെ നാട്ടിലെ ഒട്ടുമിക്ക ബാച്ചിലർ ഡിഗ്രീസ്, എഞ്ചിനീയറിംഗ് ഡിഗ്രീസ് ഒഴിച്ച് ഒട്ടുമിക്ക ബാച്ചിലർ ഡിഗ്രീസും 3 year കോഴ്സസ് ആണ്. അപ്പോൾ ചില കോളേജുകളൊന്നും അത് റെക്കഗ്നൈസ് ചെയ്യാറില്ല. ഇപ്പം എങ്ങനെയാ സ്ഥിതി എന്ന് എനിക്കറിയില്ല. ബട്ട് ഞാനൊക്കെ വരുമ്പോൾ 3 year ഡിഗ്രി കോഴ്സസ് ഒന്നും റെക്കഗ്നൈസ്ഡ് ആയിരുന്നില്ല. അപ്പം ഞാൻ നാട്ടിൽ നിന്ന് മാസ്റ്റേഴ്സ് എടുത്തിട്ട് അങ്ങോട്ട് വന്നേ. അപ്പം നമ്മൾ സ്വാഭാവികമായിട്ട് ചിന്തിക്കുക എത്രയും പെട്ടെന്ന് ഒരു കോഴ്സ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് എന്ന് പറയുമ്പോൾ എനിക്കിവിടെ ഷോർട്ടസ്റ്റ് ആയിട്ട് കിട്ടിയത് 1 year കോഴ്സായിരുന്നു. ഞാനത് സെലക്ട് ചെയ്തു. ഓക്കെ, സോ അതും ഒരു ഫാക്ടറാണ്, ഡ്യൂറേഷൻ ഓഫ് ദ കോഴ്സ്. പിന്നെ അടുത്തത് നമ്മൾ നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ചീപ്പ് എഡ്യൂക്കേഷൻ ആണോ അവർ തരുന്നത്. അത് ഫീസിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ബാക്കി എല്ലാ കാര്യത്തിലും. ലിവിങ് എക്സ്പെൻസ്, അതായത് ചീപ്പ് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്ന ട്രാൻസ്പോർട്ടേഷനിലാകാം, റെൻറ്റിലാകാം, എല്ലാ തരത്തിലാകാം. ഓക്കെ, ഇപ്പം ലെറ്റ്സ് സേ അയർലൻഡ് കുറച്ച് ഞാൻ അറിഞ്ഞെടുത്തോളം കുറച്ച് എക്സ്പെൻസീവ് ആണ്. അതേസമയം ജർമ്മനിയൊക്കെ കുറച്ചുകൂടെ ഈസി ആണെന്ന് കേട്ടിട്ടുണ്ട് സ്റ്റുഡൻസിൻ്റെ അടുത്ത്. കാരണം സീസണൽ ടിക്കറ്റ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മളൊരു ഫാക്ടറായിട്ട് തന്നെ എടുക്കണം. ഓക്കെ, കാരണം നമ്മൾ ചുമ്മാ ചാടിക്കയറി ഇങ്ങനെ പോന്നിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ ഇനി അടുത്തൊരു കാര്യം നോക്കേണ്ടത് വേൾഡ് യൂണിവേഴ്സിറ്റി റാങ്കിങ് ആണ്. ഇപ്പോൾ ലെറ്റ്സ് സേ നിങ്ങളൊരു കോളേജ് സെലക്ട് ചെയ്തു, നിങ്ങൾക്ക് അറിയില്ല കോളേജ് നല്ല കോളേജാണോ അല്ലേ എന്നുള്ളത്. അതിൻ്റെ ബെസ്റ്റ് പ്ലേസ് ടു ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാങ്ഹായ് റാങ്കിങ്സും അല്ലെങ്കിൽ QS റാങ്കിങ്സും അങ്ങനത്തെ പല പല റാങ്കിങ്സ് ഉണ്ട്. നിങ്ങൾക്ക് അറിയാം, വേൾഡ് യൂണിവേഴ്സിറ്റി റാങ്കിങ്സ് നോക്കി കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റീസ് അതിനകത്ത് എൻലിസ്റ്റഡ് ആയിരിക്കും. അവരുടെ റാങ്ക് നിങ്ങൾക്ക് നോക്കാം. ബട്ട് ബി വെരി കെയർഫുൾ. ഒരു യൂണിവേഴ്സിറ്റി ചിലപ്പോൾ ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റിൽ
ലെറ്റ്സ് സേ ഒരു യൂണിവേഴ്സിറ്റി ചിലപ്പോൾ ലെറ്റ്സ് സേ ഭയങ്കര റാങ്കിങ് ഉള്ള യൂണിവേഴ്സിറ്റി ആയിരിക്കാം, പക്ഷേ നിങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന പെർട്ടിക്കുലർ സബ്ജക്റ്റിന് ആ യൂണിവേഴ്സിറ്റി ചിലപ്പോൾ ഭയങ്കര താഴെയായിരിക്കാം റാങ്കിങ്ങിൽ. ഓക്കെ, അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം കേട്ടോ. അതൊക്കെ മൈന്യൂട്ടായിട്ടുള്ള ഡീറ്റെയിൽസ് ആണ്, അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. പക്ഷേ ഞാൻ വേറൊരു കാര്യം കൂടെ ഞാൻ പറയാം. നിങ്ങൾ എവിടെ പഠിച്ചു എന്നുള്ളതിനേക്കാൾ നിങ്ങൾ എങ്ങനെ പഠിച്ചു എന്നതിനാണ് കൂടുതൽ പ്രിഫറൻസ് പുറത്തൊക്കെ കൊടുക്കുക. നമ്മുടെ നാട്ടിലൊക്കെയാണ് IIT ആണോ ജോലി, NIT ആണോ ജോലി, നിങ്ങൾക്ക് കഴിവുണ്ടോ ജോലി കിട്ടും. ബട്ട് നിങ്ങൾക്ക് ലെറ്റ്സ് സേ ഒരു കോൺഫിഡൻസ് വേണമെന്നുണ്ടെങ്കിൽ ഒക്കെയാണ് ഞാൻ പറയുന്നത്. ബട്ട് എന്ന് കരുതി നിങ്ങൾ താഴെയുള്ള കോളേജിൽ പോകണം എന്നല്ലാട്ടോ ഞങ്ങൾ പറയുന്നത്. ഇതെല്ലാം കൂടെ വിലയിരുത്തിയിട്ട് വേണം ഒരു കോളേജ് തീരുമാനിക്കാൻ. ഓക്കെ, പിന്നെ അടുത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് ആക്സസിബിലിറ്റിയാണ്. അതായത് നമ്മളൊരു യൂണിവേഴ്സിറ്റിയോ കോളേജോ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഓക്കെ, അതൊരു ഗുദാമിലുള്ളൊരു സ്ഥലത്ത് പോയി സെലക്ട് ചെയ്തിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ല. നമുക്ക് ആക്സസിബിലിറ്റി വേണ്ടേ? ലെറ്റ്സ് സേ സിറ്റിയിൽ നടക്കുള്ള യൂണിവേഴ്സിറ്റി ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ നമുക്ക് സൈക്കിളിൽ പോയി വരാം, നടന്നു പോയി വരാം, ചിലപ്പോൾ ട്രെയിൻ ഉണ്ടാവും, എപ്പോഴും ബസ് സർവീസ് ഉണ്ടാവും. അങ്ങനെയുള്ളൊക്കെ സ്ഥലം നോക്കി വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ. ഇനി അതല്ല, നിങ്ങൾ കുറച്ച് റിമോട്ട് ഏരിയയിൽ പോകാൻ ഓക്കെ ആണെങ്കിൽ അതും ഫൈനാണ്. ബട്ട് ഇതും ഒരു ഫാക്ടറായിട്ട് എടുക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇനി അടുത്തത് ഇതാണ് വൺ ഓഫ് ദി കീ ഇൻ ചൂസിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, കോഴ്സസ് ആൻഡ് ഏരിയ. ഓക്കെ, അപ്പോൾ അതായത് ജോബ് ഓപ്പർച്യൂണിറ്റീസ്. നിങ്ങൾ പഠിച്ചിറങ്ങിയ കോഴ്സിന് നിങ്ങൾ പഠിച്ചിറങ്ങിയതിന് ശേഷം മാർക്കറ്റിൽ വാല്യൂ ഉണ്ടോ എന്ന് വേണം നിങ്ങൾ നോക്കാൻ. നിങ്ങൾ പഠിക്കാൻ പോകുന്ന സമയത്ത് ചിലപ്പോൾ 2 ഇയർ കോഴ്സ് ആണെങ്കിൽ ആ സമയത്ത് ചിലപ്പോൾ ഹോട്ട് ജോബ് ആയിരിക്കും. ബട്ട് 2 ഇയേഴ്സിന് ശേഷം നിങ്ങൾ മാർക്കറ്റ് എന്താ പറയുക, ഫ്യൂച്ചർ ഫോഴ്സ് ചെയ്ത് ഫ്യൂച്ചർ, അതായത് ഫ്യൂച്ചറിലോട്ട് വേണം നിങ്ങൾ നോക്കാൻ. 2 വർഷത്തിന് ശേഷം ഈ ജോലി ഹോട്ട് ജോബ് ആയിരിക്കും അല്ലേ? അതിന് പല ഇതുണ്ടാവാം. കാരണം നിങ്ങൾക്ക് ചിലപ്പം അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യേണ്ടി വരും, മാർക്കറ്റ് റിസർച്ച് ചെയ്യേണ്ടി വരും. എന്തെങ്കിലും പുതിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വരുന്നുണ്ടോ, അല്ലെങ്കിൽ അതായത് കമ്പനീസ് വരുന്നുണ്ടോ, അപ്പോൾ എന്തെങ്കിലും പുതിയ ജോബ് ഓപ്പർച്യൂണിറ്റീസ്, പല പുതിയ കമ്പനീസ് വരാം, സോഫ്റ്റ്വെയർ കമ്പനി വരാം, കുറേ പുതിയ ജോബുകൾ വരാം. അപ്പോൾ അതൊക്കെ ലക്ക് ബേസ്ഡും കുറേ കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ അപ്പോൾ ജോബ് മാർക്കറ്റ് സ്റ്റഡി ചെയ്യണം. അപ്പോൾ ഓരോ രാജ്യത്തിൻ്റെയും അതായത് ജോബ് സൈറ്റുകൾ കയറി പല ജോബ് സൈറ്റ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ എല്ലാ ജോബ് സൈറ്റും എൻലിസ്റ്റ് ചെയ്യുക. അതിൽ കയറിയിട്ട് നിങ്ങൾ പഠിച്ച കോഴ്സ്, ഇഫ് യു സേ MSc ഇൻ ഡേറ്റ സയൻസ് കഴിഞ്ഞിട്ട് എന്ത് ജോബാണ് നിങ്ങൾക്കുള്ളത് എന്ന്, ആ രാജ്യം നിങ്ങൾക്ക് എന്ത് ജോബാണ് ഓഫർ ചെയ്യുന്നത് എന്നുള്ളത് കറക്റ്റായിട്ട് സ്റ്റഡി ചെയ്തിട്ട് വേണം എന്ത് ഷോർട്ട് ലിസ്റ്റ് ചെയ്യാൻ, കോളേജസ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ഷോർട്ട് ലിസ്റ്റ് ചെയ്യാൻ. ഓക്കെ, ഇനി നിങ്ങൾ പോവുകയാണെങ്കിൽ, അതായത് പുറത്ത് പോകാൻ നിങ്ങൾ തീരുമാനിച്ചെങ്കിൽ നിങ്ങൾ ആ എടുത്ത കോഴ്സിന് കിട്ടുന്ന ജോലിൻ്റെ സാലറി സ്കെയിൽ കൂടെ നിങ്ങൾ നോക്കണം. ഇപ്പോൾ ലെറ്റ്സ് സേ നാട്ടിലൊരു സുഖസുന്ദരമായിട്ട് ഒരു 50,000 രൂപ സാലറി വാങ്ങുന്ന ഒരാൾ പുറത്ത് പോകാമെന്ന് തീരുമാനിച്ച് പുറത്ത് പോയി പഠിച്ച് ജോലി കിട്ടിയതിന് ശേഷം അവനൊരു 80,000 രൂപ സാലറി കിട്ടിയിട്ട് അവൻ ആ 80,000-ന് ടാക്സ് കൊടുത്ത് എല്ലാത്തിനും ശേഷം അവൻ്റെ കൈ കിട്ടുന്നത് 10,000 രൂപയാണെങ്കിൽ പുറത്ത് പോകണതിൽ അർത്ഥമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും അർത്ഥമില്ല. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ചൂസ് ചെയ്ത കോഴ്സ് പഠിച്ചതിന് ശേഷം കിട്ടുന്ന ജോലിൻ്റെ പേ സ്കെയിൽ നിങ്ങൾ മസ്റ്റായിട്ട് ബ്രൗസ് ചെയ്ത് അല്ലെങ്കിൽ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചിരിക്കണം. കാരണം ലെറ്റ്സ് സേ ഇപ്പോൾ ഒരു എഞ്ചിനീയർ ആണെങ്കിൽ, ഇപ്പോൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണെങ്കിൽ ആ രാജ്യം കൊടുക്കുന്ന പേ സ്കെയിൽ അതെന്തായാലും നിങ്ങൾ നോക്കിയിരിക്കണം. അത് ഹയസ്റ്റ് പേ സ്കെയിൽ നോക്കല്ലേ, നിങ്ങൾ എപ്പോഴും ലോവസ്റ്റ് നോക്കുക. കാരണം മാക്സിമം റിസ്ക് എടുത്തിട്ട് അതിൽ നിന്ന് പിന്നെ റിലാക്സ്ഡ് ആയിട്ട് പോകുമല്ലോ നിങ്ങൾക്ക്. അപ്പം ലോവസ്റ്റ് സാലറി എവിടെ തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് നോക്കുക. ലീസ്റ്റ് എക്സ്പീരിയൻസ്, അതായത് ഗ്രാജുവേറ്റ് റോൾസിന് ഒട്ടുമിക്ക സ്ഥലത്തും പറയാമെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ നോക്കുക. അതിനുശേഷം വേണം നിങ്ങൾ ഈ ഷോർട്ട് ലിസ്റ്റിംഗ് കൺഫേം ആക്കാൻ. ഓക്കെ, അതും ഒരു ഫാക്ടറാണ് എന്ന് ഞാൻ പ്രത്യേകം ഉറപ്പിക്കുന്നു. കാരണം പലർക്കും പറ്റിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വരുത്താതിരിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഓക്കെ, ഇനി അടുത്തത് എനിക്ക് നിങ്ങളോട് പങ്കുവയ്ക്കാനായിട്ടുള്ളത് ഈ സെയിം കേസ് നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന രാജ്യം, അതായത് രാജ്യം എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഓൾറെഡി ഒരു ഷോർട്ട് ലിസ്റ്റ് ചെയ്ത കുറച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാവില്ല. ആ ഇൻസ്റ്റിറ്റ്യൂഷൻ സ്ഥിതി ചെയ്യുന്ന രാജ്യത്തിൻ്റെ എക്കോണമി എങ്ങനത്തെയാണ്. സ്വാഭാവികമായിട്ടും പഠിക്കാൻ പോകുന്നവർ പഠിക്കാൻ വേണ്ടി മാത്രമല്ല, അത് കഴിഞ്ഞിട്ട് ജോലി ചെയ്യാൻ വേണ്ടിയായിരിക്കും പോകുന്നുള്ളത് ഓബ്വിയസ് ആണ്. അപ്പം നിങ്ങൾ നോക്കേണ്ടത് നമ്മളെ അപ്ഗ്രേഡ് ചെയ്യുകയാണോ ചെയ്യേണ്ടതെന്നാണ് ആദ്യം നോക്കേണ്ടത്. ഇപ്പം ലെറ്റ്സ് സേ നമ്മൾ നാട്ടിൽ കൂടെ നടക്കുക, ഒരു ദിവസം സുപ്രഭാതത്തിൽ തോന്നുക പുറത്തു പോകണം, എന്നാൽ പെട്ടിയും കിടക്കിയെടുത്ത് അങ്ങ് പോവുകയല്ല.
നമ്മൾ ഒരിക്കലും നമ്മളൊരു ട്രാപ്പിൽ ചെന്ന് വീഴുന്ന പോലെ ആകില്ല. കാരണം ഇപ്പോൾ ലെറ്റ്സ് ഈവൻ യൂറോപ്പിൽ തന്നെ പല രാജ്യങ്ങളും അത്ര നമ്മുടെ ഇന്ത്യയുടെ അത്ര പോലും പേര് യൂറോപ്യൻ എന്നുണ്ടെങ്കിൽ കൂടെ ലിവിങ് സ്റ്റാൻഡേർഡ്സ് നമ്മുടെ രാജ്യത്തിൻ്റെ അത്ര പോലും ഇല്ലാത്ത പല രാജ്യങ്ങളുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ ലെറ്റ്സ് നാട്ടിൽ 50,000 രൂപ ഒക്കെ സാലറി ഉള്ള ഒരാളായിരിക്കും ചിലപ്പോൾ ജോലി റിസൈൻ ചെയ്ത് പഠിക്കണം, കുറച്ചുകൂടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഉള്ള സ്ഥലത്ത് പോയി ജീവിക്കണം എന്ന് ആഗ്രഹിച്ച് പുറത്തോട്ട് പോകുമ്പോഴായിരിക്കാം അയാൾ ചിലപ്പോൾ ട്രാപ്പിൽ പെടുന്നത്. അപ്പോൾ അങ്ങനത്തെ ഉള്ള ട്രാപ്പിൽ പെടാതിരിക്കാൻ നിങ്ങൾ തീർച്ചയായിട്ടും കൺട്രിയുടെ എക്കോണമി, കൺട്രി സ്റ്റേബിൾ ആണോ എന്നും കൂടെ നോക്കുന്നത് വളരെ നല്ലതാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ അടുത്തത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ പഠിക്കുന്ന രാജ്യത്തിൻ്റെ ലാംഗ്വേജ്, അതായത് അവിടെ ജോലി കിട്ടാൻ അവിടുത്തെ ലാംഗ്വേജ് പഠിക്കേണ്ടതായിട്ടുണ്ടോ? അപ്പോൾ അത് ശരിക്കും ഒരു ഹിൻഡ്രൻസ് ആണോ, അതെയോ നിങ്ങൾക്കത് ചലഞ്ചായിട്ട് ഏറ്റെടുക്കാൻ താല്പര്യമുണ്ടോ? ചലഞ്ചായിട്ട് ഏറ്റെടുക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഇത് അവർക്ക് വേണ്ടിയല്ല, അവർക്കിത് സ്കിപ്പ് അടിക്കാം. അതല്ല മറിച്ചാണെങ്കിൽ പഠിക്കാൻ, അതായത് ലാംഗ്വേജ് പഠിക്കാൻ ഒക്കെ എനിക്ക് സമയം വേസ്റ്റ് ചെയ്യാനില്ല എന്നുള്ള ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും അതും ഒരു ഫാക്ടറായിട്ട് എടുക്കേണ്ടതാണ്. ഇപ്പോൾ ഇംഗ്ലീഷിൽ അവർ കോൺവേഴ്സ് ചെയ്യാൻ ബുദ്ധിമുട്ടില്ലാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രി ചൂസ് ചെയ്യുക. ഇംഗ്ലീഷ് അല്ലെങ്കിൽ വൺ ഓഫ് ദ ലാംഗ്വേജസ് ആയിട്ട് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അങ്ങനത്തെ തന്നെ ഒരു രാജ്യം ചൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ അത് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും ജോലി കിട്ടാനും കാര്യങ്ങൾക്കൊക്കെ, നിങ്ങളുടെ പ്രോസസ്സിങ്ങിനും എല്ലാ കാര്യങ്ങൾക്കും എളുപ്പമായിരിക്കും. ഇനി അടുത്തത് ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ സ്ഥിതി ചെയ്യുന്ന രാജ്യത്തെ ആൾക്കാരുടെ മനോഭാവമാണ്. അതായത് അവർ വെൽക്കമിങ് ആണോ? അതായത് ഇപ്പോൾ ലെറ്റ്സ് ഞാൻ ഡയറക്റ്റായിട്ട് കാര്യം പറയാം, റേസിസ്റ്റ് ആണോ എന്നുകൂടെ നിങ്ങൾ നോക്കുന്നത് വളരെ നന്നായിരിക്കും. കാരണം നിങ്ങൾ പോകുമ്പോൾ സെറ്റിൽ ആവാൻ കരുതിയായിരിക്കും പോവുക. അപ്പോൾ അത് മനസ്സിൽ വെച്ചിട്ട് വേണം നിങ്ങൾ അവിടുത്തെ ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡി നടത്താൻ. കാരണം നിങ്ങൾ രാജ്യത്ത് പോയി കഴിഞ്ഞിട്ട് നിങ്ങളവിടെ വെൽക്കംഡ് അല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അബദ്ധം പറ്റിയ പോലെ ആകില്ലേ. കാരണം അവിടെ ചെന്നിട്ട് അത് നിങ്ങൾക്ക് മനസ്സിലാവും വളരെ വ്യക്തമായിട്ട്. നിങ്ങൾ സോഷ്യൽ മീഡിയ സൈറ്റ്സിലും എല്ലാം വിശ്വസിക്കണമെന്ന് ഞാൻ പറയുന്നില്ല, ബട്ട് ഒരു കുറേ സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആ രാജ്യം എങ്ങനെയാണ് വരുത്തന്മാരോട് പെരുമാറുന്നതെന്നുള്ളത്. അപ്പം അതും ഒരു ഫാക്ടറാണ്, അതും ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക. ഇനി അടുത്തത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സിറ്റി വേണോ കൺട്രി സൈഡ് വേണോ? അതായത് ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയാലും അത് സിറ്റി വേണോ കൺട്രി സൈഡ് വേണോ എന്നുള്ളൊരു ഫാക്ടർ കൂടെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പം കൺട്രി സൈഡ് ആണെങ്കിൽ, കൺട്രി സൈഡ് എന്ന് പറഞ്ഞാൽ ഗ്രാമപ്രദേശങ്ങളിലാണെങ്കിൽ കുറച്ചും കൂടെ ചിലവ് കുറവും റെൻറ്റ് കുറവ് എല്ലാം കുറവായിരിക്കും. പക്ഷെ അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ്റെ അവൈലബിലിറ്റി, അങ്ങനെ പല കാര്യങ്ങൾ, ആക്സസിബിലിറ്റി എന്ന് പറയുന്ന സംഭവമൊക്കെ വളരെ കുറവായിരിക്കും. അപ്പോൾ അതും കൂടെ അതൊരു എന്താ പറയുക, നിങ്ങൾക്ക് എന്താണ് ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പിന്നെ അവിടുത്തെ തന്നെ ഒരു കീ തിങ് എന്ന് പറയുന്നത്, ജോലി കിട്ടാൻ ചിലപ്പോൾ ഒരു പക്ഷേ പാടായിരിക്കും കൺട്രി സൈഡിൽ. അതേസമയം സിറ്റിയിലാണെങ്കിൽ നിങ്ങൾക്ക് എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ട് ടൈം ജോബ്സൊക്കെ വളരെ നന്നായിട്ട് കിട്ടും. കാരണം കുറേ ടേക്ക് അവേസ്, അത് ഇത് ഇഷ്ടംപോലെ സാധനം, അക്കൗണ്ടൻസി അങ്ങനെ ഇഷ്ടംപോലെ ഓഫീസുകളും അല്ലെങ്കിൽ ക്ലീനിങ് ജോബ്സ് അങ്ങനെ ഇഷ്ടംപോലെ, ഞാനൊക്കെ ഇഷ്ടംപോലെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സിറ്റിയിലാകുമ്പോൾ നമുക്ക് അങ്ങനത്തെ കുറേ ഓപ്പർച്യൂണിറ്റീസ് കിട്ടും, പാർട്ട് ടൈമിനുള്ള കുറേ ജോബ്സ് കിട്ടും. പക്ഷെ അതുപോലെ തന്നെ റെൻറ്റും വളരെ കൂടുതലായിരിക്കും, ജീവിത ചെലവും കൂടുതലായിരിക്കും. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഇത് തന്നെയായിരിക്കും എൻ്റെ അടുത്ത ഫാക്ടർ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ പാർട്ട് ടൈം ചെയ്യാനാണോ പോകുന്നത്, പഠിക്കാനാണോ പോകുന്നത്? അതാണ് നിങ്ങൾ ക്ലിയർ ആയിട്ടുണ്ടാവേണ്ട ഒരു തോട്ട്. കാരണം നിങ്ങൾ ഒരിക്കലും പഠിക്കാൻ പോവുകയാണെങ്കിൽ പഠിക്കാൻ തന്നെ പോവുക. അതിൻ്റെ ഇടയിൽ പിന്നെ ജോലി ചെയ്ത് പഠിത്തം കൊളാക്കിയിട്ട് പിന്നെ അതിന് ശേഷമുള്ള ജോലി കിട്ടാതെ തിരിച്ചു വരേണ്ട അവസ്ഥ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഞാനിത് പറഞ്ഞത്. പാർട്ട് ടൈം ചെയ്യുന്നതുകൊണ്ടൊന്നും കുഴപ്പമൊന്നുമില്ല, ബട്ട് അതൊരു മിതമായ നിരക്കിൽ ചെയ്യുക. പാർട്ട് ടൈം ജോലി ചെയ്യാൻ പോവുകയാണെങ്കിൽ എന്തെങ്കിലും ഏറ്റവും വില കുറവിൻ്റെ ഒരു കോഴ്സ് എടുത്തിട്ട് പോയി പഠിച്ച് മാക്സിമം പൈസ ഉണ്ടാക്കി തിരിച്ചു വരാം. ഇനി അതല്ല പഠിക്കാനാണ് പോകുന്നുണ്ടെങ്കിൽ പഠിക്കാൻ വേണ്ടി പോവുക, അതിന് ശേഷമുള്ള സമയങ്ങളിൽ മാത്രം വർക്ക് ചെയ്യുക. കാരണം അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റഡിയും പാർട്ട് ടൈം കൂടെ അവസാനം സാമ്പാർ അവിയൽ പരിവായി പിന്നെ ആകെ പ്രശ്നം. ഞാൻ പലരും കണ്ടിട്ടുണ്ട് എൻ്റെ കൂടെ വന്നവരൊക്കെ, അതുകൊണ്ടാണ് ഞാൻ ഷെയർ ചെയ്തത്. അപ്പം ഇതൊക്കെയാണ് ഞാൻ എൻ്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ചിന്തിച്ച കുറച്ച് കാര്യങ്ങൾ. പിന്നെ ഒരു കാര്യം കൂടെ വിട്ടുപോയി. ഞാൻ പറഞ്ഞിരുന്നു ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് ആക്സസിബിലിറ്റി. അതിനകത്ത് ഒരു കാര്യം എനിക്ക് ആഡ് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ ലെറ്റ്സ് ആ ഇൻസ്റ്റിറ്റ്യൂഷൻ, അതിനൊരു കാര്യം കൂടെ ഡിപ്പെൻഡ് ചെയ്യും. നിങ്ങൾ ചൂസ് ചെയ്യാൻ പോകുന്ന അക്കോമഡേഷൻ ഫെസിലിറ്റിനെ കൂടെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊരു ലെറ്റ്സ് ഒരു ഏരിയ സെലക്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ നിന്ന് നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് എത്ര ദൂരമുണ്ട്,
എന്തൊക്കെ മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട് ഉണ്ട്, അതായത് മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ട്. ലെറ്റ്സ് റെയിൽവേ ട്രെയിൻ ഉണ്ടോ, അല്ലെങ്കിൽ ലെറ്റ്സ് ട്രാം ഉണ്ടോ, അല്ലെങ്കിൽ ബസ്സുണ്ടോ, അല്ലെങ്കിൽ സൈക്കിളാണോ, എന്താണേലും അതിൻ്റെ എക്സ്പെൻസ് കൂടെ നിങ്ങൾ മനസ്സിൽ വെച്ചിട്ട് വേണം ഈ കോളേജും അക്കോമഡേഷനും ഒക്കെ ചൂസ് ചെയ്യാൻ. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, തീർച്ചയായിട്ടും നിങ്ങൾ ക്ലൈമറ്റ് ഒരു ഫാക്ടറായിട്ട് എടുക്കണമെന്നാണ് ഞാൻ പറയുന്നത്. അത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചല്ല, ലെറ്റ്സ് കുറച്ച് ശാരീരികമായി ബുദ്ധിമുട്ടുകളുള്ളവർക്ക്. ശാരീരികമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ലെറ്റ്സ് ആസ്മ അങ്ങനത്തെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, തണുപ്പുള്ള രാജ്യങ്ങളിൽ ബുദ്ധിമുട്ടുള്ളവർ പോകാൻ പറ്റില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. ബട്ട് നിങ്ങളത് മനസ്സിൽ വെക്കണം. കാരണം പെട്ടെന്ന് നിങ്ങൾ ചൂടുള്ള സ്ഥലത്ത് നിന്ന് എക്സ്ട്രീം കോൾഡ് ആയിട്ടുള്ള ഏരിയയിലേക്ക് പോകുമ്പോഴുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അത് ചിലപ്പം അഡാപ്റ്റ് ചെയ്ത് മാറുമായിരിക്കാം. ബട്ട് സ്റ്റിൽ നിങ്ങൾ അതും ഇപ്പോൾ പ്രശ്നമുള്ളവർ അതും മനസ്സിൽ വെച്ചിട്ട് വേണം പോകാൻ. കാരണം ലെറ്റ്സ് ഇപ്പോൾ നിങ്ങളിപ്പോൾ പല രാജ്യങ്ങളും ഇപ്പോൾ ഭയങ്കര കോൾഡായിട്ടുള്ള രാജ്യങ്ങളിലൊക്കെ ചിലപ്പോൾ സാലറി സ്കെയിൽ ഭയങ്കര കൂടുതലായിരിക്കും. അത് കണ്ടിട്ട് നിങ്ങൾ കണ്ണ് മഞ്ഞളിച്ച് അങ്ങോട്ട് പോകാൻ നിൽക്കല്. കാരണം അത്യാവശ്യം ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൂടെ നിങ്ങളുടെ മനസ്സിൽ വയ്ക്കുക. അപ്പം അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കണം നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂഷൻ ഷോർട്ട് ലിസ്റ്റ് ചെയ്യാൻ, ഓക്കെ, ചൂസ് ചെയ്യാൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങളുടെ ഒരു 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 പണിപാളി ഇത്രയും കാര്യങ്ങളുടെ ഒരു മിക്സ്ചർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു മിക്സർ ടച്ചിങ് സൈഡ് അടിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. അതായത് സംഭവം വേറെ ഒന്നുമല്ല, നിങ്ങളിതെല്ലാം കൂടെ ഓർത്ത് വെക്കുവാണെങ്കിൽ വളരെ നല്ലൊരു കാര്യമായിരിക്കാം. ഇനി എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് ഇൻക്ലൂഡ് ചെയ്യാം. ഇപ്പോൾ ഇതൊക്കെയാണ് ഞാൻ മെയിൻലി നോട്ട് ചെയ്തത്. അപ്പം ഈ വീഡിയോയിൽ ഞാൻ കുറേ അധികം ഇൻഫർമേഷൻ തന്നു തോന്നുന്നു. കേട്ട് കേട്ട് കിളി പോയെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ വീഡിയോ ഇവിടെ നിർത്താൻ പോവുകയാണ്. നിങ്ങളുടെ സജഷൻസൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഇതിനെ തുടർന്ന് ഇതുപോലത്തെ കുറച്ച് വീഡിയോസ് ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും റെലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സിൽ കേൾക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് കമൻറ്റ് സെക്ഷനിൽ ഇടാം. ഇല്ലെങ്കിൽ ഞാൻ തന്നെ എൻ്റെ കുറച്ച് കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും വീക്കുകളിൽ ഞാൻ ഇടുന്നതായിരിക്കാം. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. അടുത്ത വീഡിയോ വരുമ്പോഴേക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.